ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൽപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ നവീൻ സുധിയെ കാണാനായിട്ട് ഓഫീസിൽ വന്നിരിക്കുകയാണല്ലോ. എല്ലാ മാസത്തെ പോലെയും തന്നെ പണം ചോദിച്ചാണ് നവീൻ വന്നിരിക്കുന്നത്. എന്നാൽ ശ്രുതി തൻ്റെ കയ്യിൽ നിന്ന് പണമില്ല, 2 ദിവസം കഴിയുമ്പോൾ വരാൻ പറയുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, ഓക്കെ ഇത് ഞാൻ വിശ്വസിച്ചു, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും. വരുന്ന സമയത്ത് നിൻ്റെ കയ്യിൽ പണമില്ല എന്നാണെങ്കിൽ നവീൻ ആരാണെന്ന് നീ ശരിക്കും അറിയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. സമയത്ത് നമ്മുടെ ശ്രുതി ഇനിയിപ്പോൾ എവിടെ നിന്ന് നവീന് കൊടുക്കാനുള്ള പൈസ ഒപ്പിക്കണമെന്നുള്ള ആകെ ടെൻഷനിലാണ്. കൂട്ടത്തിൽ തന്നെ മേരിയോടായിട്ട് പറയുന്നുണ്ട്, നവീൻ ഇവൻ വലിയൊരു ശല്യമായിരിക്കുകയാണ്, ഇവനെ എങ്ങനെയല്ലേ ഒന്ന് ഒതുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു ഗുണ്ട സച്ചി, അവനോട് നിനക്ക് പറയാൻ പാടില്ലേ, നേരത്തെ അവനൊന്ന് ഇവനെ പഞ്ഞിക്കിട്ടതല്ലേ, അപ്പം അതുപോലെ തന്നെ സച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം തീരുമാനമാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ മീര പറയുമ്പോഴത്തേക്കും മണ്ടത്തരം പറയാതിരിക്കും മീര. പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, പ്രശ്നം ആരും അറിയാതെ ഒതുക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്തായാലും ഞാനൊരു പരിഹാരം ഇവനെതിരെ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിൽ തന്നെ കുറിച്ചിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ രേവതിയാണ്. സച്ചി ആണെങ്കിൽ എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രയിലാണ്. രേവതിയോടെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ റൂട്ട് മാപ്പാണ് എൻ്റെ, അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്ന് മാത്രം പറയാതെ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടാ എൻ്റെ സച്ചിയുടെ നേരെ വണ്ടി ഓടിച്ചു, സച്ചിയേട്ടൻ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് എൻ്റെ ഒരു സ്ഥലത്ത് എത്തിച്ചേരാമെന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേ സച്ചി ചോദിക്കുകയാണ്, ഇത് നിന്റെ അമ്മ പൂ കിട്ടുന്ന അമ്പലത്തേക്കുള്ള വഴിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ എന്ന് രേവതി മറുപടി പറയാട്ടെ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ, താലി നിന്റെ അമ്മയെ കാണിച്ചു കൊടുക്കാനായിരിക്കില്ലേ, എന്തായാലും വാ പോവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്കായിട്ട് വണ്ടി നിർത്തുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും എതിരേക്കാനായിട്ട് നടയുടെ മുന്നിൽ തന്നെ രേവതിയുടെ അമ്മയും രേണുവും ശരത്തും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇവരെ കാണുന്ന സമയത്ത് 3 പേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതിയും ചെന്ന് വിശേഷങ്ങളൊക്കെ തിരക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതിയുടെ അമ്മ സച്ചിനായിട്ട് പറയുന്നുണ്ട്, മോനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, നേരത്തെ എൻ്റെ മോള് മഞ്ഞച്ചാലടയിൽ ഇങ്ങനെ വെറുതെ താലി കോർത്ത് കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, പക്ഷെ ഇപ്പം ഇതെല്ലാം മാറി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം അമ്മയുടെ വാക്കുകളും അതുപോലെ രേണു സച്ചിയായിട്ട് എന്തെല്ലാം അടിപൊളിയായി എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിക്ക് എന്നതിൻ്റെ ഉള്ളിലൊരു അഭിമാനം തോന്നുന്നതാണ്. അതിനുശേഷം നമ്മുടെ രേവതി ഇതേ അമ്മ ഇതാണ് മാല എന്നും പറഞ്ഞുകൊണ്ട് താലിമാല അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അമ്മ ഇങ്ങനെ മാല നോക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് പറയുകയാണോ ഇതായിരുന്നു താലിമാല, ഞാൻ കരുതി കുറച്ചുകൂടി വലുതായിരിക്കുന്നു, കുറച്ചുകൂടി പൈസ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ താലിമാല മേടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു എല്ലാത്തിനും ചെറുതായി കാണുന്നൊരു മൈൻഡോടുകൂടി തന്നെ ശരത്ത് സംസാരിക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് രേണു വേഗം മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് തട്ടുന്നുണ്ട്. രേവതി ആണെങ്കിൽ ശരത്തെ എന്ന് വിളിക്കുന്ന സമയത്ത് സച്ച് പറയുകയാണ്, ഇതിനെ ഞാൻ ഒപ്പിക്കായിട്ട് എന്ത് പാടുപെട്ടു എന്നറിയാവോ, ഇവക്കടയിൽ കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ മേടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണെന്നൊക്കെ സച്ച് പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് ബാക്കിയുള്ളതെല്ലാം ആർഭാടമല്ലേ മോനെ, താലിയാണ് മുഖ്യം എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതി ശരത്തിനോടായിട്ട് എല്ലാം മേടിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശരത്ത് നേരെ രേവതിയുടെ കയ്യിലേക്ക് ഒരു പൊതി കൊടുക്കുകയാണ്. രേവതി അത് നേരെ സച്ചിയുടെ കൈകളിലേക്ക് കൊടുക്കൂട്ടോ. അപ്പം ഇതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയുടെ ഷർട്ടും മുണ്ടുവാണെന്ന് പറയുമ്പോഴത്തേക്കും, ഓ ഞാൻ നിനക്ക് താലിമാല മേടിച്ചതിന് പകരമായിട്ട് നിനക്ക് സർപ്രൈസ് ആയിട്ട് തന്നാണല്ലേ, ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിൻ എന്തെങ്കിലും ഡ്രസ്സ് മാറിയിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെയും കൂട്ടി സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ അമ്പലത്തിൽ തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രേവതി മോളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തിരുമേനി സച്ചിന് എനിക്ക് പൂക്കട ഇട്ടുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തത് എന്നൊക്കെ രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പറയുന്ന സമയത്ത് തിരുമേനിക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ കൂട്ടിക്കൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി നല്ല അടിപൊളി ഗ്ലാമർ ലുക്കിലാണ് നടന്നു വരുന്നത്. അണ്ട് രേവതിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് തിരുമേനി പറയുന്നുണ്ട്, സച്ചി നിന്റെ ഭാഗ്യമാണ് രേവതിയെ പോലൊരു ഭാര്യയെ കിട്ടിയത്, അവള് പുണ്യം ചെയ്തൊരു ജന്മമാണ്, അവൾ എവിടെ ജീവിച്ചാലും അവർക്ക് സൗഭാഗ്യമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ തിരുമേനി പറയുമ്പോഴത്തേക്കും സച്ചിയും പറയുകയാണ്, അതിനൊക്കറിയാം തിരുമേനി, അതുകൊണ്ടാണ് ഞാൻ അവളെ എന്നെക്കാളും അധികം എൻ്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നതെന്നൊക്കെ നമ്മുടെ സച്ചി തിരുമേനിയുടെ പറയുകയാണ്. ശേഷം തിരുമേനി എല്ലാവരും അമ്പലത്തിലേക്ക് തൊഴാൻ വന്നോളാന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കയറി പോകട്ടോ. എല്ലാവരും തൊഴാനായിട്ട് പോകുന്ന സമയത്ത് സച്ചി രേവതിയോടായിട്ട് എൻ്റെ കാര്യം തിരക്കുന്നുണ്ടെങ്കിലും രേവതി സർപ്രൈസ് എന്താണെന്ന് പറയുന്നില്ല. അമ്പലത്തിൽ ചെന്ന് തൊഴുതോണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയോടായിട്ട് രേവതി മനസ്സോർന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. സച്ചി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെയുണ്ട് സച്ചിയേട്ടൻ കണ്ടോ എന്ന് പറയുന്ന സമയത്താണ് തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമ്മൾ സച്ചിക്ക് രേവതി ഇത്രയും നേരം മറച്ചു വെച്ചിരുന്ന സർപ്രൈസ് എന്താണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് രേവതിയോടായിട്ട് സച്ചി ചോദിക്കുന്നത് എന്തിനാ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇവരോടായിട്ട് ഈ
ഒരു ചോദ്യം ചോദിച്ചാണ്. പക്ഷേ ഇവൾ പറഞ്ഞു, നേരത്തെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മനസ്സുകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാഞ്ഞിട്ടായിരുന്നു. അത് താലി കെട്ടിയ സമയത്ത് എനിക്ക് സച്ചിയേട്ടനോ എന്നെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു താലി നിലനിൽക്കാതിരുന്നത്. എന്തായാലും ഞങ്ങളിപ്പോൾ പരസ്പരം സ്നേഹിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ നിന്നെ ഒന്നുകൂടി താലി കെട്ടണമെന്നൊക്കെ രേവതി പറഞ്ഞ സമയത്ത് എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും തിരുമേനി ചോദിക്കുന്നുണ്ടോ, അന്ന് നിങ്ങൾ മനസ്സറിഞ്ഞല്ലേ പരസ്പരം സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അല്ല തിരുമേനി, അന്ന് എനിക്ക് ഇവളെയോ ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള സാഹചര്യം കൊണ്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവളെ ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനപ്പൊരുത്തം എന്നത് കല്യാണത്തിന് മുന്നേ മാത്രമല്ല കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ആ മനപ്പൊരുത്തത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പറ്റിലാണ്, നിങ്ങൾ വിജയകരമായ ദാമ്പത്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ തിരുമേനി പറയണം. മാത്രമല്ല ഇന്നത്തെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മുഹൂർത്തമാണെന്നും ഈ ഒരു മുഹൂർത്തത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും താലി മാറ്റേണ്ട ഒരു അവസ്ഥ വരികയില്ല എന്നൊക്കെ തിരുമേനി പറയുകയാണ്. പിന്നീട് നമ്മുടെ സച്ചിയോടും രേവതിയോടും പരസ്പരം മാലകൾ തമ്മിൽ കട്ടിൽ അണിയിക്കാനായിട്ട് തിരുമേനി ആവശ്യപ്പെടുകയും രണ്ടുപേരും മാലകൾ അണിയിക്കുകയാണ്. അതിനുശേഷം സച്ചി രേവതിയെ താലി ചാർത്തുകയും സിന്ദൂരം അണിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള നമ്മുടെ രേവതിയുടെ ആക്ടിങ്ങും അതുപോലെ സച്ചിയുടെ പ്രകടനവും എല്ലാം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്, അത് കാണുക തന്നെ ചെയ്യേണ്ടതാണ്. മാത്രമല്ല താലി എടുത്തു കൊടുക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയായിട്ട്. രേവതിയുടെ അമ്മ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ അനുഗ്രഹം മാത്രം മതി, വേറൊന്നും ചിന്തിക്കേണ്ട, അമ്മ തന്നെ താലി എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയാണ് താലി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ശരത്തെ നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുക്കാമെന്ന് പറയാണ്. എല്ലാവരും കുട്ടികൾക്ക് നിർത്തി സെൽഫി എടുത്തതിന് ശേഷം ശരത്തിനോടായിട്ട് ഞങ്ങളുടെ ഒരു നല്ല കല്യാണ ഫോട്ടോ ഇതുവരെ കയ്യിലില്ല, ഞങ്ങൾ രണ്ടും ചേർത്ത് ഒരു ഫോട്ടോ എടുത്ത് ശരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ശരത്ത് നല്ലൊരു അടിപൊളി ഫോട്ടോ രണ്ടുപേരും ചേർത്ത് നിർത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.